ഹായ് ഹലോ എൻ ജി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്നൊരു ലെന്തുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ഇടുന്നത്. സാരി ട്രാപ്പിങ്ങിൻ്റെ വീഡിയോ ആണ് നമ്മളിടുന്നത്. ഒട്ടും തന്നെ സാരി ഉടുക്കാൻ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് തന്നെ. ഇത് ഞാൻ മുൻകൂട്ടി പ്ലീറ്റൊന്നും എടുത്ത് വയ്ക്കാതെ തന്നെ നമ്മൾ ഉടനെ നമ്മൾ സാരി ഉടുക്കുമ്പം തന്നെ പ്ലീറ്റ് എടുത്ത് ഉടുക്കുന്ന ഒരു രീതിയിലാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് തന്നെ. അപ്പോൾ സിമ്പിളായിട്ട് എല്ലാവർക്കും പെട്ടെന്ന് ഉടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് എടുത്ത് കാണിക്കുന്നത് തന്നെ. ഒട്ടും തന്നെ സാരി ഉടുക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. സാരി ഉടുക്കാൻ അറിയാവുന്നവർ ഇത് കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. സാരി ഉടുക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചെരുപ്പ് നമ്മൾ ഇട്ടുകൊണ്ട് നമ്മൾ പുറത്തേക്ക് പോകാൻ ഏത് ചെരുപ്പാണോ ഇടുന്നത് ആ ചെരുപ്പ് നമ്മൾ ഇട്ടുകൊണ്ട് തന്നെ വേണം സാരി ഉടുക്കാൻ. എന്ന് വെച്ചാൽ ഹൈറ്റിന് വേണ്ടിയിട്ട് ഹീലുള്ള ചെരുപ്പ് ഇടുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് സാരിക്ക് ലെന്ത് കിട്ടില്ല. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ അവസാനം ചെരുപ്പ് ഇടുന്നതെങ്കിൽ നമ്മുടെ സാരി ഒരുപാട് പൊങ്ങി നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ചെരുപ്പിട്ട് തന്നെ സാരി ഉടുക്കാൻ ശ്രമിക്കേണ്ടത്. അപ്പം നമ്മൾ സാരി ഉടുക്കുമ്പോൾ ഫസ്റ്റ് ഞാൻ സാരിയുടെ നമ്മൾ കുത്തുന്ന ഭാഗത്ത് ചെറിയൊരു കെട്ടിട്ടിട്ടുണ്ടായിരുന്നു. കെട്ടിട്ടിട്ടാണ് നമ്മൾ സാരി ഉടുത്ത് തുടങ്ങുന്നത് തന്നെ. എന്താണെന്ന് വെച്ചാൽ ചവിട്ടിയാലും നമ്മുടെ സാരി അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രിക്ക്. നമ്മളെപ്പോഴും സാരി ഉടുക്കുമ്പോൾ സ്കേർട്ട് നല്ലതുപോലെ ടൈറ്റാക്കി കൊടുക്കുക. പിന്നെ സാരി നമ്മളൊന്ന് കുത്തിയിട്ട് ഒരു റൗണ്ട് നമ്മൾ ചുറ്റിയതിന് ശേഷം ഫ്രണ്ടിലായിട്ട് ഒന്ന് കുത്തി കൊടുക്കുക. ഇത് ഞാനിപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ മുന്താണിയാണ് നമ്മൾ എടുക്കുന്നത്. അതായത് നമ്മൾ തോളിൽ കൂടി ഇടുന്നതാണ്. ഈ ഭാഗമാണ് നമ്മൾ ഞുറിഞ്ഞെടുക്കേണ്ടത്. ഇത് സിമ്പിൾ സാരിയാണ്. വേഗം എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സാരിയാണ്. അപ്പോൾ നമ്മുടെ മുന്താണിയിൽ ചെറിയ ഞുറുവായിട്ടാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം നമുക്ക് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വലിയ പ്ലീറ്റ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. പിന്നെ നമുക്ക് എത്ര ലെന്ത് വേണമെന്നും അത് നമ്മുടെ ഇഷ്ടം തന്നെയാണ്. സാധാരണ എല്ലാവരും തന്നെ നല്ല ലെന്തിലാണ് സാരി ഉടുക്കുന്നത്. അതായിരിക്കും സാരി ഉടുക്കുമ്പോൾ നല്ല ഭംഗി കാണാൻ. എന്നിട്ട് നമ്മുടെ ഇടത് കൈ ഒന്ന് ഉയർത്തി പിടിച്ചുകൊണ്ട് നമ്മുടെ മുന്താണി ഒന്ന് പൊക്കി പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്ലീറ്റ് നമുക്ക് കറക്റ്റ് നമുക്ക് ലെവൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് എത്ര ലെന്ത് വേണം എന്ന് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെന്ത് അനുസരിച്ച് നമുക്കത് പിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അത് കണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കാതെ തന്നെ നമുക്ക് സാരി ഉടുക്കാൻ പറ്റുന്നതാണ്. പിൻ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഇച്ചിരി ബാക്കിലായിട്ട് വേണം നമ്മൾ പിൻ ചെയ്യാൻ. ഫ്രണ്ടിലേക്ക് നമ്മൾ പിൻ ചെയ്യരുത്. നമ്മൾ ഷോൾഡറിന് ഇച്ചിരി തൊട്ട് ബാക്കിലായിട്ട് തന്നെ വേണം പിൻ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ മുന്താണി നമുക്ക് ഫ്രണ്ടിലോട്ട് ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് തോന്നും. ഇനി നമുക്ക് ഫ്രണ്ട് ഞുറുവാണ്. നമ്മളിപ്പോൾ ഇവിടെ പിൻ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഫ്രണ്ടിലത്തെ ഞുറു നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അതിലെ സൈഡ് പ്ലീറ്റ് നമ്മൾ മുകളിലത്തെ ആ പ്ലീറ്റിൽ കൂടി വേണം നമ്മളത് ഇങ്ങോട്ട് പുറകോട്ട് വലിച്ച് വേണം നമ്മൾ ഫ്രണ്ടിലത്തെ ഞുറു എടുക്കുന്നത്. നമ്മളിപ്പോൾ ടൈറ്റാക്കിയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇങ്ങനെ ടൈറ്റാക്കി നമുക്കവിടെ പിൻ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്കത് അവിടെ വിട്ടിട്ട് നമുക്ക് എത്രമാത്രം ലെന്ത് വേണോ അവിടെ അത്രയും നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഞുറു പ്ലീറ്റ് ഇട്ടൊക്കെ നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മൾ അവിടെ എത്രമാത്രം ഭാഗം നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ളത് നമ്മൾ വിട്ടിട്ടാണ് നമ്മളവിടെ ബാക്കി ഭാഗത്ത് നമ്മൾ പ്ലീറ്റ് എടുക്കുന്നത്. അത് നമുക്ക് ചെറിയ പ്ലേറ്റോ അത് വലിയ പ്ലേറ്റോ നമ്മൾ മുകളിൽ എത്രമാത്രം വീതിയോട് കൂടിയാണ് പ്ലേറ്റ് എടുത്തത് അതേപോലെ തന്നെ താഴെ നമുക്ക് വീതി കുറച്ചോ കൂട്ടിയോ നമുക്ക് പ്ലേറ്റ് എടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ അതുപോലെ തന്നെ ചെറിയ പ്ലീറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ആ സൈഡ് നമ്മളത് വലിച്ച് കുത്തുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് നമ്മൾ കുത്തി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്നും കൂടെ നമുക്ക് ടൈറ്റാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പം ഞാൻ ഈ ഫ്രണ്ട് പ്ലീറ്റ് ഞാനത് പിൻ ചെയ്യാൻ പോവുകയാണ്. നമ്മളിപ്പോൾ സാരി ഫ്രണ്ട് പ്ലീറ്റിൽ നമ്മളൊരു പിന്ന് കുത്തുന്നുണ്ട്. നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ പ്ലീറ്റിലൊക്കെ പിന്ന് കുത്തുന്നതൊക്കെ. എന്താണെന്ന് വെച്ചാൽ ചിലവർ പ്ലീറ്റിലൊന്നും പിന്ന് കുത്താറില്ല. എങ്കിലും നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പിന്ന് കുത്തുന്നത്. ഇങ്ങനെ പിന്ന് കുത്തുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ചവിട്ടിയാൽ പോലും സാരി നമ്മുടെ കൈവിട്ട് പോകില്ല. അതൊന്നും അഴിഞ്ഞു പോകില്ല. എന്നുവെച്ചാൽ സാരി നല്ല ഇതായിട്ട് തന്നെ ഇരിക്കും. നമുക്കൊന്ന് ജസ്റ്റ് കുത്തി കൊടുത്താൽ മതി. അതുകൊണ്ടൊക്കെയാണ് എല്ലാവരും പ്ലീറ്റിലൊക്കെ പിന്ന് കുത്തുന്നത്. വെച്ചാൽ എല്ലാം ലെവലായിട്ട് സ്ട്രൈറ്റായിട്ട് കിടക്കും. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ ഇനി ബാക്കി ഭാഗം നമ്മൾ ലെന്ത് നോക്കുക, താഴെയൊക്കെ നമ്മൾ ലെന്ത് നോക്കുക. സാരിക്ക് നമ്മൾ പിന്നെ നമുക്ക് എത്രമാത്രം ലെന്ത് വേണം, ഒരുപാടങ്ങ് താഴ്ത്തി നമ്മൾ കുത്തരുത്, ജസ്റ്റ് മുകളിലേക്ക് മാറ്റി വേണം നമ്മൾ കുത്തി കൊടുക്കാൻ. നമുക്ക് ഒരുപാട് പൊക്കി നമ്മൾ സാരി ഉടുക്കുകയും ചെയ്യരുത്, സാരിയുടെ ഭംഗി പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടാനുസരണം നമ്മൾക്ക് എത്രമാത്രം ലെന്ത് വേണം അതനുസരിച്ച് നമ്മൾ കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിനി സൈഡ് പ്ലീറ്റാണ്, സൈഡ് നമ്മൾ ഞുറു എങ്ങനെയാണ് നല്ല ഭംഗിയായിട്ട് നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയാണ് നമ്മളിനി നോക്കുന്നത്. സാരി നമ്മൾ ഫുള്ള് ഉടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സൈഡ് പോർഷനാണ്, ഇതാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ടുള്ളത്. ഈ ഭാഗം നമ്മൾ ജസ്റ്റ് അന്ന് നമ്മളൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ ഭാഗം നമ്മൾ ജസ്റ്റ് അതിങ്ങനെ അഴിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് അവിടെ സൈഡിൽ പ്ലീറ്റുകൾ സെറ്റായിട്ട് നമ്മൾ അടുക്കി ഞുറു നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ്. ചിലവർ ആ ഭാഗത്ത് നമ്മൾ പിൻ ചെയ്ത് കൊടുക്കും. ഇതിപ്പം നമ്മൾ പിന്നെ സിമ്പിൾ സാരിയാണ്, അപ്പോൾ അത് ഒഴുകി കിടക്കുന്നത് കണ്ട് നമുക്ക് അങ്ങനെ പിൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചുറ്റിയിട്ട് ഞാനത് അതിൽ പിന്നെ സ്കേർട്ടിലേക്ക് നമ്മൾ കുത്തി വയ്ക്കുകയാണ് ചെയ്യുന്നുള്ളൂ. ഇപ്പം നമ്മൾ ഈ ചെയ്യുന്നത് പോലെ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഞാൻ പറഞ്ഞു തരുന്നില്ല, വീഡിയോ നിങ്ങൾ ചെയ്യുന്നത് കണ്ട് അതുപോലെ തന്നെ സാരി ഉടുക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് വേഗം തന്നെ നമുക്ക് സാരി ഉടുത്ത് റെഡിയാവാൻ പറ്റുന്നതാണ്. ഈ ഭാഗത്ത് നിങ്ങൾ പിന്ന് വേണമെങ്കിൽ മാത്രം കുത്തി കൊടുത്താൽ മതി. ഞാൻ എന്തായാലും ഒരു പിന്ന് കുത്തുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ ലൂസ് ആകുമെങ്കിൽ മാത്രം കുത്തി കൊടുക്കുക. സാരി ഉടുത്ത് നമ്മൾ ജസ്റ്റ് നടക്കുമ്പോൾ ചിലവർക്ക് അവിടെ ലൂസ് ആകും, അവിടെ ഒന്ന് ടൈറ്റ് ചെയ്ത് നമുക്ക് കുത്തി കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ സാരി ഉടുക്കുന്നത്. വേഗം സിമ്പിളായിട്ട് നമുക്ക് സാരി ഉടുക്കാൻ പറ്റുന്നതാണ്. അവിടെ അപ്പം ടൈറ്റായിട്ടിരിക്കും, ഫ്രണ്ട് വശവും നമുക്ക് ടൈറ്റായിട്ടിരിക്കുന്നതാണ്. ആ ഭാഗത്ത് നമ്മൾ കുത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ടൈറ്റായിട്ടിരിക്കുന്നതാണ്. എന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ സാരി ഉടുക്കുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഈ അടിഭാഗത്തായിട്ട് നമുക്ക് സാരി ഇറങ്ങിപ്പോകാതിരിക്കാനും ആ ഭാഗത്ത് നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ സൈഡ് പോർഷൻ നമുക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെയും നമുക്ക് ആ പ്ലീറ്റ് ഒന്ന് ജസ്റ്റ് മാറ്റിയിട്ട് അവിടെയും നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ പിന്നെ ലൂസാക്കാതെ, എന്താണെന്ന് വെച്ചാൽ സാരി ലൂസായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സാരി ഉടുക്കാൻ ഒട്ടും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ഇട്ടത് തന്നെ. പിന്നെ ഒറ്റ പ്ലേറ്റായിട്ട് ഇടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഒറ്റ പ്ലേറ്റായിട്ട് ഇടുന്നവർക്ക് ആ പ്ലേറ്റ് നമ്മൾ ആദ്യം തന്നെ മുന്താണിയുടെ ലെന്ത് നോക്കിയിട്ട് നമ്മൾ കുത്തി കൊടുത്തിട്ട് കൈ നിവർത്തി വെച്ചിട്ട് നമ്മൾ കയ്യിലാണ് നമ്മൾ ഞൂറ് എടുക്കേണ്ടത്. ആരുടെയും ഹെൽപ്പില്ലാതെ തന്നെ നമ്മൾ ഉടുക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പം നമ്മൾ തന്നെ എടുത്ത കൈ നമ്മളൊന്ന് നിവർത്തി പിടിച്ചിട്ട് ആ കയ്യിൽ തന്നെയാണ് നമ്മൾ ഞുറിവെടുക്കാൻ. അതായത് നമ്മൾ ചെറിയ പ്ലേറ്റായിട്ട് വേണം തന്നെ എടുക്കുക. പ്ലേറ്റ് എടുത്ത് നമ്മുടെ ബോഡി ടൈറ്റാക്കി കൊടുത്ത് വേണം പിൻ ചെയ്യാൻ. അത് ഞാൻ പിൻ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. ഇതിപ്പോൾ നമ്മൾ കോളേജിലോ സ്കൂളിലൊക്കെ ഫങ്ഷൻ ഉള്ളവർക്കും കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. അവർക്കൊട്ട് സാരി ഉടുക്കാൻ അറിയാൻ കഴിയാത്തവർക്ക്, ഫുൾ സാരി ഉടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇതിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പോൾ നമ്മൾ സാരി ഉടുത്താലും സ്കേർട്ടും ബ്ലൗസും എല്ലാം നമുക്ക് ടൈറ്റായിട്ട് തന്നെ ഇരിക്കണം. അല്ലെ ബ്ലൗസ് ലൂസാണെങ്കിൽ സാരി ഉടുത്താലും ഒരു ഭംഗിയും കാണില്ല. അതുപോലെ തന്നെ നമ്മൾ സാരി ഉടുക്കുമ്പോൾ എപ്പോഴും ടൈറ്റായിട്ട് തന്നെ സാരി വലിച്ചു കുത്താൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നല്ലൊരു ഷേപ്പിൽ നമുക്ക് സാരി ഉടുക്കാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി, ആർക്കും സാരി ഉടുക്കാൻ പറ്റുന്നതാണ് നല്ല ഭംഗിയായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ അയയ്ക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും സ്നേഹത്തോടെ ഓക്കെ, ബൈ.